യൂണിഫോമിന്റെ പേരിൽ സഹപ്രവർത്തകരെ കബളിപ്പിച്ച കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ. പോലീസ് ട്രെയിനി ശംഭു ആർ കൃഷ്ണനാണ് അറസ്റ്റിലായത്. 7 ലക്ഷം രൂപയാണ് സഹപ്രവർത്തകരിൽ നിന്ന് തട്ടിയെടുത്തത്. പണം ഓൺലൈനിൽ റമ്മി കളിച്ച് കളഞ്ഞുവെന്നാണ് മൊഴി. MJ പ്രതീഷുണ്ട്. MJ പ്രതീഷ്, ഇന്നലെ ശംഭുവിന്റെ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ തട്ടിപ്പ് നടത്തി എന്ന വാർത്തയാണ് സംപ്രേഷണം ചെയ്തത്. തട്ടിപ്പ് നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് റമ്മി കളിച്ചു, അങ്ങനെ റമ്മി കളിച്ച് കളഞ്ഞു എന്നാണ് ശംഭു പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പണം കയ്യിലില്ല. ഇപ്പോൾ ഇതാ നടപടിയായോ? അരുൺകുമാർ, നടപടിയിലേക്കാണ് പോകുന്നത്. പേരൂർക്കട SAP ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെയാണ് യൂണിഫോം കമ്മിറ്റിയിലെ അംഗമായിരുന്ന ശംഭു ആർ കൃഷ്ണൻ സഹപ്രവർത്തകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. ഈ സഹപ്രവർത്തകർക്ക് യൂണിഫോം വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു കൂടുതൽ ആളുകളിൽ നിന്ന് പണം പിരിച്ചത്. പക്ഷേ പണം പിരിച്ച ശേഷം ഇത് ബന്ധപ്പെട്ട സൊസൈറ്റിയിൽ അടച്ചില്ല, യൂണിഫോം വാങ്ങിയതുമില്ല. മറിച്ച് ഈ പണം ഉപയോഗിച്ച് റമ്മി കളിക്കുകയായിരുന്നു, ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ യൂണിഫോമിനായി പണം നൽകിയ സഹപ്രവർത്തകർ പിന്നീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതോടെയാണ് ഈ ക്രമക്കേടിന്റെ വിവരം പുറത്തറിയുന്നത്. പിന്നീട് അവിടെയുള്ള കമാൻഡന്റ് പേരൂർക്കട പോലീസിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ശംഭു ആർ കൃഷ്ണനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 7 ലക്ഷത്തോളം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തിട്ടുള്ളത്. ശംഭുവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പേരൂർക്കട പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ, പണം കൈമാറിയതിന്റെ ആ തെളിവുകളും പേരൂർക്കട പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ശംഭു ആർ കൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് പേരൂർക്കട പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, കൂടുതൽ പേരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു പോലീസ് ട്രെയിനിയാണ്. ആ ട്രെയിനിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്, ഗുരുതരമായ കുറ്റമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് തല അച്ചടക്ക നടപടിക്കും നീക്കം തുടങ്ങി എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ശംഭുവിന്റെ കാര്യത്തിൽ തീരുമാനമായി. 7 ലക്ഷം രൂപയാണ് സഹപ്രവർത്തകരിൽ നിന്ന് യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിയെടുത്തത്. എന്നിട്ട് ആ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ഓൺലൈനിൽ കൊണ്ടുപോവുക, എന്നിട്ട് റമ്മി കളിച്ച് കളയുക. അങ്ങനെ ഒടുവിൽ ശംഭു പറഞ്ഞു ചോദിച്ചു, പൈസ എവിടെ? റമ്മി കളിച്ച് പോയി എന്നുള്ളതാണ്. എന്തായാലും നടപടിയായിട്ടുണ്ട്. ശംഭു അറസ്റ്റ്.